ഫൈൻ ഡിബേറ്റിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം UDF തരംഗപ്പേടിയിലോ കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ LDFിന്റെ അധിക്ഷേപങ്ങൾ. ഡോക്ടർ ജി ഗോപകുമാർ ഡയറക്റ്റായിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്കൊക്കെ എത്തുകയാണ്. PV അൻവർ എന്ന MLA പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന്. അതിനാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും രാഹുൽ കൊടുത്തതിന് പകരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിനെ എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ 2019 ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണോ ഇപ്പോൾ ഓൾ ഔട്ട് അറ്റാക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ LDF നേതാക്കൾ പറയുന്നത്? അതും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ, മുഖ്യമന്ത്രി നേരിട്ടും. ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗം കേരളത്തിൽ സജീവമായിരിക്കുമ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ആ ബൈപ്പോളാർ മുന്നണിയുണ്ടല്ലോ, രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ 95% വോട്ടുകളും സീറ്റുകളും കൊണ്ടുപോകുന്ന 100% സീറ്റുകളും കൊണ്ടുപോകുന്ന ആ ചരിത്രവും പാരമ്പര്യവും സമീപകാലത്ത് മാറുന്നൊരവസ്ഥ വരികയാണ്. അത് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലെങ്കിലും ആ വ്യത്യാസം വരുമ്പോൾ ഒരു ട്രൈപ്പോളറായി കുറച്ച് നിയോജകമണ്ഡലമെങ്കിലും സംഭവിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായ UDF LDFും അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഇവിടെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ UDFനാകട്ടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സൗകര്യമുണ്ടായ ഒരു സാഹചര്യം, ഒന്ന് കേന്ദ്രത്തിലെ മോഡി ഭരണം, അതിനെ അറ്റാക്ക് ചെയ്യുക, രണ്ട് കേരളത്തിലെ പിണറായി ഭരണം, അതിനെ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഒരു നറേറ്റീവ് ഉള്ളപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയായ CPM ലെഡ് അലയൻസിൽ അവർക്ക് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാതെ UDFന് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. മോദിയെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ അറ്റാക്ക് ചെയ്യണം, എന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് അവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഒരു സ്റ്റെപ്പ് കടന്ന് പിണറായി അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഭാഷ്യം പറഞ്ഞു. അവിടെ തൊട്ടാണ് ഇത് കൈവിട്ടു പോയത്. അവിടത്തിന് ശേഷം പിന്നെ ഒരു തിരിച്ചുപോക്ക് വന്നില്ല. കാരണം അതിനുള്ള മറുപടി കൊടുത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണം എന്നുള്ള വിദ്വേഷ പരാമർശത്തിൽ വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇത് മറുവശത്ത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. മൈനോറിറ്റി കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് മുസ്ലിം കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട് വരുന്നു. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ LDFനുണ്ടായിരുന്ന കുറേ ആനുകൂല്യങ്ങൾ ഇത്തവണ നഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ്സിനെ കുറച്ചുകൂടി മൈനോറിറ്റീസ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം കൂടുതൽ വിശ്വാസത്തിൽ, അതായത് 2019 ഒരു തനിയാവർത്തനം ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ഇതിനകം തന്നെ LDFന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ അറ്റാക്ക് വരുന്നത് അല്ലേ രാഹുലിനെതിരെ? അതായത് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ഇതിനെ ചുരുക്കിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ചുരുക്കിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണല്ലോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, സംസ്ഥാന രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മോദി വിരുദ്ധതയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫെയിലർ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കെടുകാര്യസ്ഥത, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ അതേപോലെ പൂക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങൾ, വിദ്യാർത്ഥികളുടെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, മറ്റ് ക്യാമ്പസിലുള്ള ഓവർ പൊളിറ്റിസൈസേഷൻ, ഇതെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. എന്തായാലും കേരളത്തിൽ BJP LDFനും UDFനും ഒപ്പമെത്തുന്നൊരു കക്ഷിയല്ല. എന്നാൽ അവർ കുറേശ്ശെ സംഘടിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് വരുന്നു. ഈ സാഹചര്യത്തിൽ നേർക്കുനേർ വരുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ LDFനാണ് കൂടുതൽ പ്രതിസന്ധി. LDFനെ സംബന്ധിച്ചിടത്തോളം BJP അറ്റാക്ക് ചെയ്യണോ, കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യണോ? ഈ രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം BJP അറ്റാക്ക് ചെയ്യുന്ന ഐഡിയോളജിക്കൽ റൈവലാണ്. മറുവശത്ത് സംസ്ഥാനത്തിൽ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് UDFാണ്. അപ്പോൾ UDFനെ കടന്നു പോയല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരേ സമയം ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടണം, അതേസമയം UDFനെ തോൽപ്പിക്കുകയും വേണം. അപ്പോൾ കേരളത്തിൽ അത് ദേശീയ തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പല്ല, ദേശീയ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം LDF ദേശീയ തലത്തിൽ ഒരു ശക്തിയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ടാണ്. ഒരു കാര്യം കൂടി, ഈ അധിക്ഷേപം വന്ന് അതിൻ്റെ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൂടി എത്തുകയാണല്ലോ. ഇപ്പോൾ ഈ DNA പരിശോധന നടത്തണം എന്നൊക്കെ പറയുന്നത്, PV അൻവർ MLA എന്ന് പറഞ്ഞാൽ ഈ വാവിട്ട വാക്ക് പ്രയോഗിക്കുന്ന ആളാണ്. അങ്ങനെ PV അൻവറെ നമ്മൾ അധികം കണക്കിലെടുക്കേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും. പക്ഷേ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണ വരികയാണ്. അത് നല്ല കാര്യമാണോ? അത് അല്ല, അതൊരു ആത്മവിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കാരണം UDFനൊരു തരംഗമുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവിൽ മറുവശത്തുണ്ടായിട്ടുണ്ട്. അതിന് കുറച്ച് സാങ്കത്യമുണ്ട് താനും. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ LDFന് കുറച്ചുകൂടി ജനകീയത വർദ്ധിപ്പിക്കാനും അണികളെ ഒന്നുകൂടി ഉഷാറാക്കാനും
നേരിട്ടുള്ള LDF UDF പോരാട്ടമാക്കി മാറ്റിയെടുക്കാൻ ഇത് ആവശ്യമാണ്. അതിനുകൂടി ശ്രമിക്കുമ്പോഴാണ് ഈ വിദ്വേഷ പരാമർശം കരകവിഞ്ഞൊഴുകുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. കാരണം ഇത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇടയ്ക്ക് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആരാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയെന്നോ പ്രതിപക്ഷ നേതാവാക്കി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് വിദ്വേഷ പരാമർശമല്ലാത്തത് കൊണ്ടായിരിക്കാം മാധ്യമ ശ്രദ്ധ വന്നില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ ഈ 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്നൊരു ഇമേജ് അത് എത്രമാത്രം കേരളത്തിൽ LDF ദോഷകരമായി എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഒരു കൺസോൾട്ടേഷൻ നടന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അവിടെ നടക്കുകയും LDF നില പരിശാകുന്ന ഒരു സിറ്റുവേഷനാണ് വന്നത്. ഒറ്റ സീറ്റ് മാത്രം കിട്ടിയ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വരാതിരിക്കുവാനുള്ള പൂർണ്ണമായ ശ്രദ്ധയല്ലേ ഇതിന് പിന്നിൽ? അതിന് യാതൊരു സംശയമില്ലല്ലോ. ഈ പ്രധാനമന്ത്രിയായിട്ട് ആരും രാഹുലിനെ ഉയർത്തിക്കാട്ടിയിട്ടില്ല എന്ന പ്രയോഗം, ഇന്ത്യ സഖ്യത്തെ തന്നെ തള്ളിപ്പറയുന്ന പ്രയോഗങ്ങൾ, അതിനുമുപരിയായിട്ട് വിദ്വേഷ പരാമർശങ്ങൾ, DNA പരിശോധന എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു ചലനങ്ങളുണ്ടല്ലോ, അത് LDF ഗുണകരമാകുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അല്ല, ഇവിടെ ഞാൻ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം. ഇവിടെ വന്ന ഒരു നിങ്ങളുടെ ഹെഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഇതിനൊരു തലക്കെട്ടുണ്ടല്ലോ, തരംഗ പേടിയോ എന്നുള്ളതാണ്. അപ്പൊ തരംഗം ഉണ്ടെന്ന് ഉറപ്പിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മളുടെ ഇതിപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് LDF പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഇവിടെ തരംഗം ഇല്ല എന്നാണ്. അപ്പൊ തരംഗ പേടിയോ എന്ന് വെച്ചാൽ ന്യൂസ് 18 അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മുന്നണികളും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ തരംഗം ഉണ്ടെന്ന് ഉറപ്പിക്കുകയും ആ തരംഗത്തെ ഞങ്ങൾ പേടിക്കുകയും ചെയ്യുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, പേടിക്കണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ ന്യൂസ് 18 എന്ന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ UDF അനുകൂലമായ ഒരു നിലപാട് എടുത്തിട്ട് കുറച്ച് ദിവസമായി. അതിന് പല പത്രങ്ങളും എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അധിക പണിയാണ്. പത്രം ഞാൻ ഉപയോഗിച്ച ന്യൂസ് 18 എന്നല്ല, ചാനൽ എന്നല്ല, അധിക പണിയാണ് ഇവിടെ UDF വേണ്ടി എടുക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഓരോ ഉള്ളിലേക്കുള്ള പേജ്, ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ തരംഗ പേടിയോ എന്നുള്ള ചോദ്യത്തിൽ ന്യൂസ് 18 പറയേണ്ട ഒരു ഉത്തരവുണ്ട്, മഞ്ജുഷ് ഗോപാൽ പറയേണ്ട ഒരു ഉത്തരം, തരംഗം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ആസ്പെക്ട് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, തരംഗപ്പേടി നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തരംഗപ്പേടി നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വരികൾക്കിടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞു ഈ ഒരുപാട് മാധ്യമങ്ങൾ പണിയെടുക്കുന്നുവെന്ന്. ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ പോലും അത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയിട്ടുള്ള ആളാണ്. താങ്കൾ അത് വായിച്ചിട്ടുള്ളതുമാണ്. ആ അദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഒരു തരംഗം തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. UDF അനുകൂലമായി ഒരു കാറ്റുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൽ എതിർതന്ത്രങ്ങൾ പയറ്റുക എന്നുള്ളത് അത് എതിർപക്ഷത്തിരിക്കുന്നവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നു LDF. പക്ഷെ അവിടെ ഈ വിദ്വേഷ പരാമർശങ്ങളിലേക്ക് ഇത് എത്തുകയാണ്. അതാണ് ചോദിച്ചത്. ഞാന് മഞ്ജുഷിന്റെ പോയിന്റിലേക്ക് എന്നെ കൊണ്ടുവരാം. ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഗോപകുമാർ സാറിന് ഒരു സെഫോളജിസ്റ്റ് ആണോ അദ്ദേഹം എന്ന് എനിക്കറിയില്ല. ഐ അസ്യൂം ദാറ്റ് ഹി ഈസ് എ സെഫോളജിസ്റ്റ്. അദ്ദേഹത്തിനൊരു ഇലക്ട്രൽ അനാലിസിസ് നടത്താനുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിനുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ അതിനകത്ത് എതിര് പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭാ കാലത്ത് ഒരു കാര്യം ചെയ്തു അല്ലേ? സെഫോളജി വഴി നിങ്ങൾ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും ഒക്കെ എടുത്തു, ഒന്നും വിജയിച്ചില്ല. അപ്പൊ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണി അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ചെയ്തത് തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനാലിസിസ് തെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കാനുള്ള കാരണം രാഷ്ട്രീയ കാരണങ്ങൾ എനിക്കുള്ളതുകൊണ്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന, ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ട് എന്ന് പറയുന്നതിനാണ്. കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ, കഴിഞ്ഞ 2019 കാര്യമാണ് ഞാൻ പറയുന്നത്, 2019 പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ വീണ ജോർജ് തോക്കുന്നതിന് കാരണം ഏഷ്യാനെറ്റ് എന്ന കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് കൂടിയ ചാനൽ അവർക്ക് 20.3% വോട്ടാണ് കൊടുത്തത്, വോട്ടിംഗ് പെർസെൻറ്റേജ്. ശബരിമല കത്തി നിന്ന സമയത്ത് ഏഷ്യാനെറ്റ് കളിച്ചൊരു കളി എന്ന് തന്നെ ഞാൻ അതിന് വിശ്വസിക്കുന്നത്. കാര്യം ഒരു കാരണവശാൽ 20% വരാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം അവർ കൃത്യമായി നല്ല രീതിയിൽ പണിയെടുത്ത് ഏഷ്യാനെറ്റ് വീണ ജോർജിനെ 3ാം സ്ഥാനത്തേക്ക്, 2ാം സ്ഥാനം പോലുമല്ല 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കുകയും
അവസാനം അവിടെ സംഭവിച്ചത് വീണ ജോർജ് കഷ്ടിച്ച് തോറ്റു പോകുന്ന മറ്റുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്യുമ്പം, മറ്റുള്ള ആൾക്കാർക്ക് ഭൂരിപക്ഷം കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വീണ ജോർജ് വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് തോറ്റുപോയത്. ആ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയതിന് കാരണം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. കാര്യം സുരേന്ദ്രൻ ഇവിടെ വരികയും സുരേന്ദ്രനെ തോപ്പിക്കണം എന്നുള്ള ഒരു നിലപാട് ഇവിടുത്തെ പത്തനംതിട്ടയിലെ ജനത എടുത്തു. നരേന്ദ്രമോദി വരിക, അമിത്ഷാ വരിക. അപ്പം ഈ പറയുന്ന ആളെ തോപ്പിക്കുക എന്നൊരു പൊസിഷൻ, ആർ വോട്ട് ചെയ്താൽ ഈ പറയുന്ന വ്യക്തിയെ തോപ്പിക്കാം, സുരേന്ദ്രനെ തോപ്പിക്കാം എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നപ്പം പലരും ആന്റണിയെ പ്രിഫർ ചെയ്തവരുണ്ട്. ഞാൻ ഈ സ്റ്റോറി എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രേക്ഷകർ കേൾക്കാനായിട്ടാണ്. നിങ്ങൾ പയറ്റുന്ന ഈ ക്രോസ് വോട്ടിംഗ് തന്ത്രം നിങ്ങൾ തന്നെ പയറ്റുകയാണ് വരികൾക്കിടയിൽ. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ആ ഡീറ്റെയിൽസ് പറയുന്നത് ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രാവശ്യത്തെ ഒരു അജണ്ട പൊളിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ പോയിന്റ് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം താങ്കൾ. ഈ പ്രാവശ്യം ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. കാര്യം ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ഇപ്പൊ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്തില്ല. കാര്യം എന്താ? അതെന്തായിരിക്കും മഞ്ജുഷിന്റെ ഒരു അഭിപ്രായത്തിൽ ഏഷ്യാനെറ്റ് ഒപ്പീനിയൻ പോൾ ചെയ്യാഞ്ഞത്? എല്ലാ പ്രാവശ്യവും ഒപ്പീനിയൻ പോൾ, എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിലും ഒപ്പീനിയൻ പോൾ ചെയ്തിട്ട് ഏഷ്യാനെറ്റ് ഈ പ്രാവശ്യം മാത്രം ഒപ്പീനിയൻ പോൾ ചെയ്യുന്നില്ല. കാര്യം ഒപ്പീനിയൻ പോൾ ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം സമൂഹത്തിൽ നിൽപ്പുണ്ട്. അവരെ ഒപ്പീനിയൻ പോൾ ചെയ്യുകയും പല സ്ഥലത്തും ഈ പറയുന്ന ഇവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് പലർക്കും കിട്ടാതെ വരികയും എന്നാ ഇത് കോൾഡ് സ്റ്റോറേജ് വെച്ചേക്ക് എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് ഇത് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയാണ് മാധ്യമങ്ങളുടെ അജണ്ട. ഞാൻ പേരെടുത്താണ് പറഞ്ഞത്, ഏഷ്യാനെറ്റ് എന്നാണല്ലോ. എനിക്ക് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ വേണ്ട. കേരളത്തിലെ മുഖ്യധാര ചാനൽ ആദ്യമായിട്ടായിരിക്കും ഒപ്പീനിയൻ പോൾ ഇപ്പൊ ചെയ്യാത്ത ഏഷ്യാനെറ്റ്. കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ പൊസിഷൻ മോശമാണെങ്കിൽ അവർ രാജീവ് ചന്ദ്രശേഖർ വേണ്ട, മുതലാളി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ നാട്ടിലെ കാര്യത്തിൽ അജണ്ട. ഇപ്പൊ മഞ്ജുഷ് ഗോപാലിനോട് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിൽ ഒരാൾ പറയുകയാണ്, നിങ്ങൾ മുതലാളി പറയുകയാണ്, മഞ്ജുഷേ അത് വിടണ്ട എന്ന് പറഞ്ഞാൽ മഞ്ജുഷ് ഒന്നും ചെയ്യില്ല, വിടില്ല. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, നിരന്തരം നിർഭയം എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇവിടെ ഈ നാട്ടിലൊന്നും നടക്കത്തില്ല എന്ന് ഞാൻ അടിവരയിട്ട് കാര്യങ്ങൾ പറയാണ്. നിങ്ങളെല്ലാം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ ഇത് പറയുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല ഇതുവരെ. താങ്കൾ ഇന്റർവ്യൂ ചെയ്തതെന്ന് പലതവണ പറഞ്ഞപ്പോഴും ഈ തരംഗപ്പേടി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. അതല്ലെങ്കിൽ പിന്നെ രാഹുലിനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് തരംഗം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞു. അല്ല, എനിക്കൊരു സംശയമില്ല. ഈ തരംഗപ്പേടി നിങ്ങൾക്കുണ്ടോ എന്നാണ്. അതുകൊണ്ടാണല്ലോ രാഹുലിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഈ സർവേയുടെ കാര്യം ഞാനിവിടെ ചോദിച്ചില്ല. ഞാൻ അതിന് ഉത്തരം പറഞ്ഞായിരുന്നു. കേട്ടായിരുന്നോ മഞ്ജുഷ ചെവി തുറന്നു വെച്ച് താങ്കൾ എന്നോട് നിങ്ങൾക്ക് തരംഗമുണ്ടോ എന്ന അഭിപ്രായം ഉള്ള ആളാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിനകത്ത് ഞാൻ ഇച്ചിരി വ്യക്തമായിട്ട് ഞാൻ വ്യക്തത കുറച്ച് പറയുന്ന ഒരാളല്ല. ഞാൻ എന്നെ കേൾക്കുന്നവർക്കറിയാം, ഞാൻ വ്യക്തത കുറച്ച് സംസാരിച്ചു പോകുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരംഗം ഉണ്ടോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ എന്നുള്ള ചോദ്യത്തിനുള്ളിൽ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു ഞങ്ങൾക്ക് തരംഗമില്ല എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. തരംഗമില്ല എന്ന് അടിയുറച്ച് ഒരു LDF കാരനായ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, LDF വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെന്തിനാ തരംഗമില്ലാത്തതിനെ പേടിക്കുന്നേ? അവിടെ ഉത്തരമായില്ലേ? മഞ്ജുഷിന് പ്ലെയിനായിട്ട് ഉത്തരം പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ വിദ്വേഷ പരാമർശങ്ങൾ എന്തിനു നടത്തണം? രാഹുൽ ഗാന്ധി അല്ലല്ലോ നിങ്ങളുടെ മുഖ്യ ശത്രു. നിങ്ങളുടെ മുഖ്യ ശത്രു നരേന്ദ്രമോദിയല്ലേ? അല്ല, നിങ്ങളുടെ മുഖ്യ ശത്രു നരേന്ദ്രമോദിയല്ലേ? ഇങ്ങനെ ഒരു പേടിയില്ലാതെ 2019 ഇല്ല ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കില്ല. കോമൺ സെൻസ് ആണ്. മഞ്ജുഷിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കളുടെ മാധ്യമ പ്രവർത്തനത്തിനകത്ത് എവിടുന്നാണ് വിദ്വേഷ പ്രവർത്തനം നടത്തിയ തരംഗം ഉണ്ടെന്ന് ഊഹിക്കാനായിട്ട് താങ്കളെ ഏത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഏത് വിമർശനത്തിൽ തുടങ്ങി അത് വിദ്വേഷത്തിൽ എത്തുകയാണ്. ഇവിടെ വിദ്വേഷത്തിലെത്തിയത് PV അൻവറിനെ പോലെ എന്ത് അനാവശ്യവും വിളിച്ചു പറയുന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നാണ്. താങ്കൾ അതിനെ ന്യായീകരിക്കുകയാണോ? ഒരു നേതാവിന്റെ DNA പരിശോധിക്കണം എന്നുള്ള മറ്റൊരു നേതാവിന്റെ അഭിപ്രായത്തോട് MLA-യുടെ അഭിപ്രായത്തെ കൂടി താങ്കൾ യോജിക്കുകയാണോ? ഇല്ലില്ല മഞ്ജുഷേ, ഞാൻ ഒരു കാര്യവും ന്യായീകരിച്ചില്ല. അതാദ്യം മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ റിബട്ട് ചെയ്യുന്നത് വേറൊരു പോയിന്റാണ്. ഈ നിങ്ങൾ എടുത്തു വന്ന മുന്നോട്ട് വന്ന സാധനം എന്താ? ഈ പറയുന്ന വിദ്വേഷ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറയാം. അൻവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ നിൽക്കുന്നില്ല. അൻവർ പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അൻവർ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ഉണ്ടല്ലോ. ഇപ്പൊ ആ ഭാഗം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പോയിന്റ് പോയല്ലോ. മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെയും താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. മുഖ്യമന്ത്രി അൻവറിന്റെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല
എന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. മുഖ്യമന്ത്രി ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ആ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞ. പോട്ടെ, നിങ്ങളുടെ വാദത്തിനനുസരിച്ച് മഞ്ജുഷെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മഞ്ജുഷിന് ഒരു അജണ്ട ഉണ്ടെന്ന് മനസ്സിലായി. ഗോപകുമാർ ചേട്ടൻ സംസാരിച്ചപ്പോൾ മഞ്ജുഷ മിണ്ടിയോ? ഞാൻ പറയുമ്പോൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഈ കോലി വിട്ടുകൊണ്ട് വരുന്നത്. അതിന് കാരണം മഞ്ജുഷിന് സ്ഥാപിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഔട്ട്റൈറ്റ്ലി സപ്പോർട്ട് ചെയ്തു എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം ഞാൻ സപ്പോർട്ട് ചെയ്തു ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടതിനകത്ത് അത് സപ്പോർട്ടായിട്ടല്ല ഞാൻ കേൾക്കേണ്ട കാര്യങ്ങൾ താങ്കൾ കേൾക്കുന്നില്ല. പറയുന്ന കേക്കൂ. മഞ്ജുഷിന് എന്താ പറയേണ്ടത്? മഞ്ജുഷിന് എന്താ ഇപ്പൊ വേണ്ടത്? ഇടയ്ക്ക് ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ അതിനൊരു അല്ലാതെ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചോദിക്കുന്നതിനെ അല്ല ചോദ്യം എന്ന് പറയുന്നത്. അല്ല, താങ്കൾ വസ്തുതയില്ലാത്ത കാര്യം ചോദിക്കേണ്ടി വരും. അഡ്വക്കേറ്റ് ലാൽകുമാർ, താങ്കൾ ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ല എന്നും ന്യായീകരിച്ചു എന്ന് പറയുന്നത് അന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നും താങ്കൾ പറഞ്ഞു. അങ്ങനെയല്ല, ന്യായീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എന്ന്. അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞ കേൾക്കൂ. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞ ഏർലിയർ പോയിന്റിനെ റിബട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കോൺട്രഡിക്റ്റിംഗ് പൊസിഷൻ എടുക്കാൻ നിങ്ങൾ കരുതണ്ട. നിങ്ങൾ അപ്പുറത്തുനിന്ന് ഈ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ തോന്നിവാസത്തിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. തരംഗ പേടിയിലാണോ ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന്. അപ്പോൾ തരംഗത്തെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനീ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഒരു തരംഗ പേടിയും ഇവിടെ ഇല്ല, ഒരു വിദ്വേഷ പരാമർശവും ഇല്ല. ഇതാണ് ശ്രീ ലാൽകുമാർ പറയുന്നത്. ബാക്കി എല്ലാ മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നാണ്. എന്നെ പോയിന്റ് പറയാൻ അനുവദിക്കാതെ നിങ്ങൾ അസംഷൻ നടത്തിക്കൊണ്ട് പോകല്ലേ? താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. എനിക്കൊന്നും പറയാനില്ലേ മഞ്ജുഷ? എനിക്കൊന്നും പറയാനില്ല. അജണ്ട തന്നെ നടക്കട്ടെ. ഞാൻ പറഞ്ഞതില് എനിക്ക് ബോധ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെടാത്തെ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്താ ഇതിനെ ബോധ്യപ്പെടാത്തെ? മാധ്യമപ്രവർത്തകരെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏഷ്യാനെറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതേ ബോധ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, ഒരു അജണ്ടയും ഇല്ല എന്നാണ്, ഒരു പേടിയും ഇല്ല എന്നാണ് ശ്രീ ലാൽകുമാർ പറയുന്നത്. താങ്കളുടെ മറുപടി? നോക്കൂ മഞ്ജുഷേ, ഈ അടുത്ത കാലത്ത് രണ്ട് പ്രമുഖ നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്നും അവരുടെ മുന്നണികൾക്ക് തിരിച്ചടി നേരിടുമെന്ന് ഇന്ത്യയും കേരളവും മനസ്സിലാക്കി. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രസംഗ രീതിയും പെരുമാറ്റങ്ങളും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗ രീതിയും പെരുമാറ്റങ്ങളും കണ്ടാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചു വരുന്ന ഗോപകുമാർ സാറിനെ പോലുള്ളവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ കാറ്റ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്നും അവരുടെ സമീപനങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ഒരു പാർട്ടിയായ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കരുതുന്നത് താൻ കേരള മുഖ്യമന്ത്രി മാത്രമാണെന്നും തനിക്ക് കേരളം മാത്രമാണ് തൻ്റെ രാഷ്ട്രീയ മണ്ഡലമെന്നും ദേശീയ തലത്തിൽ മോദിയല്ല രാഹുലല്ല ആര് വന്നാലും തനിക്ക് വിരോധമില്ല എന്നും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചത് എന്തിനാണ്? രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചത് ശരിയായില്ല, കേരളത്തിൽ വന്ന് ഇടതുപക്ഷ മുന്നണിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ. രാഹുൽ ഗാന്ധി വയനാട് MP ആണ് എന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴും മറക്കുന്നു. ആദ്യമൊക്കെ ഈ CPM-കാർ പറഞ്ഞിരുന്നത് അദ്ദേഹം വയനാട് MP എന്ന് പരിഹസിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ജോഡോ യാത്രയ്ക്ക് ശേഷം ഉയർന്നതോടെ CPM-ന്റെ മൊത്തം നിലപാട് മാറ്റിയെങ്കിലും കേരളത്തിലെ പിണറായി വിജയൻ്റെ നിലപാട് മാറിയില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ് കേരളത്തിലെ KPCC പറഞ്ഞത് മുഖ്യമന്ത്രി ഇങ്ങനെ രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ വന്നിട്ട് LDF UDF എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ശത്രുക്കളാണ് കേരളത്തിൽ. ദേശീയ തലത്തിൽ BJP ആണ് കോൺഗ്രസിൻ്റെ ആശയപരമായ ശത്രു, കേരളത്തിൽ BJP ശക്തിയല്ലാത്തതുകൊണ്ട് LDF-നെ എതിർക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ
പല പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുന്നു, അവരെ ജയിലിലടയ്ക്കുന്നു, അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ കേരള മുഖ്യമന്ത്രി മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് UDF മാസങ്ങളായിട്ട് ഉന്നയിച്ചു വരുന്ന ആരോപണമാണ്. അല്ല, അത് രാഹുലാണ് തുടക്കമിട്ടതെന്നാണ് താങ്കൾ പറഞ്ഞു. ഇവിടെ LDF ആണ് തുടക്കമിട്ടതെന്ന്. പക്ഷെ രാഹുലാണ് തുടക്കമിട്ടത്, അതിന് മുഖ്യമന്ത്രി മറുപടി നൽകുകയാണ് ചെയ്തത്. അതല്ലേ വാസ്തവം? മാത്രമല്ല, ഈ അന്വേഷണ ഏജൻസികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിശ്വാസമില്ല കോൺഗ്രസിന്. പക്ഷെ ഇവിടെ വരുമ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം ഈ അന്വേഷണ ഏജൻസികളെ കോൺഗ്രസ് വിശ്വസിക്കുകയാണ്. അതിന് രാഹുൽ എന്തിന് വളമിടുന്നു എന്ന ചോദ്യമായിരുന്നു പിന്നീട് ഉന്നയിച്ചത് CPM-ന്റെ നേതാക്കൾ. മുഖ്യമന്ത്രി അതിന് അടിവരയിട്ടു, അദ്ദേഹം മറുപടി നൽകി. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയുമായിട്ട് മുന്നണിയോ പരാമർശിക്കാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് പത്രിക നൽകാമെന്ന് പ്രസംഗിച്ചത്. ഓർമ്മയുണ്ടാവുമല്ലോ, കേരളത്തിലെ ഇടതുമുന്നണിയെക്കുറിച്ച് അദ്ദേഹം ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. മറിച്ച് അതിനുശേഷം ഇവർക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ പറയേണ്ട ഘട്ടം വന്നു. അത് ഇത്തവണ മാത്രമല്ല മഞ്ജുഷ, 2019 പറഞ്ഞില്ലേ? കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം ഓർമ്മയില്ലേ? രാഹുൽ എന്തിന് കേരളത്തിൽ വന്നു, ഓർമ്മയില്ലേ? അതവർ പറയും. അത് നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ അതവർ പറയാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അതൊരു പറയും. പറഞ്ഞപ്പോൾ ഇത്തവണ എന്ത് ചെയ്തു? അത് ഒന്നുകൂടെ ഊന്നി പറയേണ്ടി വന്നു. കാരണം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM. 2019 അങ്ങനെ ഒരു മുന്നണി ഇല്ല. എന്നിട്ട് അന്നവർ പരിഹസിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി അന്ന് വേണ്ടിയില്ല. ഇത്തവണ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM. അതിൽ CPM-ന്റെ നേതാവാണ് പിണറായി വിജയനെങ്കിലും ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ഒരു ദേശീയതല നേതാവായിട്ട് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നില്ല. കാരണം ഇന്ത്യ മുന്നണി പാറ്റ്ന റാലി നടത്തി, ഡൽഹി റാലി നടത്തി, മഹാരാഷ്ട്ര റാലി നടത്തി. ഏക CPM മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖനായ നേതാവല്ല പിണറായി വിജയൻ എന്ന് വരുമ്പോൾ അദ്ദേഹത്തെ കേരളത്തിന്റെ LDF-ന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരാളെ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വിമർശിക്കേണ്ടി വരും. അതിലെന്താ തെറ്റുള്ളത്? മറിച്ച് പിണറായി വിജയൻ വിമർശിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അതിന് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അല്ല, വിമർശിക്കുന്നതിന് ആരെ എതിര് പറഞ്ഞത്? വിമർശിച്ചോട്ടെ. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എതിർത്ത് പറയും, തിരിച്ച് CPM പറയും. അതിൽ തെറ്റില്ല. പക്ഷേ ഇന്നത്തെ വിഷയം അതല്ലല്ലോ. ഇന്നത്തെ വിഷയം ഈ തരംഗപ്പേടിയോ നിങ്ങൾ ചോദിക്കുമ്പോൾ കാരണം എന്താണ്? ഞാൻ പറഞ്ഞ ശരീരഭാഷ വരികയാണ്. കാരണം PV അൻവർ എന്ന MLA അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ സമീപനെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം 150 കോടി രൂപ VD സതീശൻ ചെമ്മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു, മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. അതിനെ പൊക്കി പിടിച്ചുകൊണ്ടൊരു LDF നേതാവ് തിരുവനന്തപുരം കോടതി കേസ് കൊടുത്തു. ആ കേസ് തള്ളിപ്പോയി അല്ലേ? 150 കോടിയുടെ കേസ് ആവിയായിപ്പോയി. അന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ലേ PV അൻവർ പറഞ്ഞത്? ഓർമ്മയില്ലേ നമുക്കത്? ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപിക്കാൻ ഒരു CPM നേതാവും തയ്യാറായില്ല പിണറായി വിജയന് വേണ്ടിയിട്ട്. ഒരു CPM-ന്റെ നേതാവും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും ഒരു PB അംഗവും പിണറായി വിജയന് വേണ്ടി രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാൻ തയ്യാറായില്ല. കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച ഒരാളുണ്ട്, LDF സ്ഥാനാർത്ഥി കണ്ണൂരിലെ ജയരാജൻ. അല്ല തയ്യാറായില്ല എന്ന് പറയരുത്, അങ്ങനെയൊന്നുമല്ല. പിന്നെ PV അൻവർ മുഖ്യമന്ത്രിയുടെ നാവാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തായാലും തള്ളി പറയുകയില്ല. ഇപ്പോൾ ലാല് പറയുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ന്യായീകരിച്ചൊന്നുമില്ല അൻവറിനെ എന്ന്. പക്ഷെ എനിക്ക് മുഖ്യമന്ത്രിയുടെ ബൈറ്റ് കേട്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശ്രീകുമാർ. അതായത് ഞാൻ പറഞ്ഞത് CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വരാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? കേരള മുഖ്യമന്ത്രി ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഈ CPM-ന്റെ നേതാക്കളോ MLA-മാരോ വരുന്നില്ലെന്ന് മന്ത്രി റിയാസ് ഒരു ആക്ഷേപം ഉന്നയിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതേ ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം ഇവിടെ PV അൻവർ ഒരു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായ പരാമർശം, അത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്, രക്തസാക്ഷിയായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെക്കുറിച്ചല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് കൂടെ ആക്ഷേപമില്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആരുടെ മകനാണ് രാഹുൽ ഗാന്ധി? അത് ആദ്യം മനസ്സിലാക്കൂ. ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു പ്രധാനമന്ത്രിയല്ലേ രാജീവ് ഗാന്ധി? ആ രാജീവ് ഗാന്ധിയല്ലേ CPM-ന്റെ MLA ആക്ഷേപിച്ചത്? അപ്പോൾ മുഖ്യമന്ത്രി തിരുത്തണമായിരുന്നു. പകരം അത് ശരിയാണ് എന്ന് പറയുമ്പോൾ, കൊടുത്താൽ എന്താണ് തിരിച്ചു കിട്ടുമെന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പറയാനുള്ള
പറയാനുള്ള കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരളത്തിലൊരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. കാരണം അവസാനത്തെ CPM-ന് 2 ആയുധങ്ങളുണ്ട്, ഒന്ന് അസഭ്യവും ഒന്ന് അശ്ലീലവും. ഈ 2 ആയുധങ്ങൾ അവരെപ്പോഴും എടുത്തിട്ടുണ്ട്. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എടുത്തു, അത് കോട്ടയത്ത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ സഹതാപം ആഞ്ഞു വീശുകൊണ്ട് അവിടെ പുതുപ്പള്ളിയിൽ എടുത്തില്ല. നിങ്ങൾ വടകര നോക്കൂ, വടകരയിൽ ഷാഫി പറമ്പിലിനെതിരായ ആക്ഷേപം ഉന്നയിച്ചിട്ട് പിന്നെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്താണ് പറഞ്ഞത്? അവിടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥി പിന്നെന്താണ് പറഞ്ഞത്? അവിടെ ഷാഫി പറമ്പിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചില്ലേ, കേസ് കൊടുത്തില്ലേ? അപ്പം നിങ്ങളത് മനസ്സിലാക്കൂ. അപ്പം അശ്ലീലമത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്ന സ്വഭാവം CPM-ന് എക്കാലത്തുമുണ്ട്. ഇവിടെ PV അൻവർ നടത്തിയ പരാമർശം അത് ഏത് നിലവാരത്തിലുള്ളതാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. പക്ഷേ മുഖ്യമന്ത്രി അതിനെ അനുകൂലിക്കുമ്പോൾ മനസ്സിലാക്കുക, നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ അതൊരു LDF-ന്റെ അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനല്ല. അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ചെയ്ത ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. എന്ത് ഭരണകാര്യം ഇവർക്കുള്ളത്? ഏത് ഭരണ നേട്ടമായി ഇവർക്കുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനം എന്താ, 2 ദിവസം മുമ്പ് വന്ന തൃശ്ശൂർ പൂരം, ആ തൃശ്ശൂർ പൂരം പോലെ അലങ്കോലപ്പെടുത്തിയിട്ട് അങ്ങനത്തെ ഒരു മുന്നണി, ഒരു മന്ത്രിസഭയ്ക്ക് എന്ത് നേട്ടമാണ് അവർക്ക് അണികളിൽ ആവേശം? പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വടക്കേ ഇന്ത്യയിൽ BJP ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണണമെങ്കിൽ അത് കേരളത്തിലേക്ക് വന്നാൽ മതി. ഇതാണ് BJP-യുടെ വടക്കേ ഇന്ത്യയിലെ പ്രചാരണം. ശ്രീ N. ശ്രീകുമാർ, ഞാൻ 3 പേരിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മറ്റു നിലയ്ക്ക് പറഞ്ഞോ, ഇന്ത്യയുടെ കേരളത്തിൽ UDF തരംഗ പേടിയിലോ രാഹുൽ ഗാന്ധിക്കെതിരായ LDF-ന്റെ അധിക്ഷേപം, ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഡോക്ടർ G. ഗോപകുമാർ, ലാൽ പറഞ്ഞത് അങ്ങനെയൊരു തരംഗത്തെക്കുറിച്ച് തെറ്റായ കുറേ സർവേകൾ പറയുന്നതാണ്, അല്ലാതെ അങ്ങനെയൊരു പേടിയൊന്നും LDF-ന് ഇല്ല എന്നാണ്. അപ്പോൾ വസ്തുതകൾക്ക് വിരുദ്ധമായി ചില കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളതാണോ? ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ലാലിന് കറക്റ്റ് ചെയ്യാനും കൂടെയാണ്. കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂല തരംഗമുണ്ടെന്ന് ആദ്യമായി ചാനലുകളിൽ പറയുകയും മാധ്യമങ്ങളിൽ എഴുതുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കഴിഞ്ഞ തവണ ആരും പറഞ്ഞില്ല എന്ന് പറയരുത്, വ്യക്തമായിട്ട് പറഞ്ഞതാണ്. കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഞാൻ അവതരിപ്പിച്ചതുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തരംഗത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസംബ്ലി തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും വരുമ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് തീരുമാനിക്കാനുള്ള വിവേചനമുണ്ട്. ആ വിവേചനം ഇത്തവണയും നടക്കുമെന്നാണ് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനപ്പുറം അതൊരു തരംഗമായി മാറുന്നതിൻ്റെ ചില ലക്ഷണങ്ങളും നമ്മൾ കണ്ടു. അതാണ് ഈ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു മുന്നണിയും കൂടി വന്നപ്പോൾ ശരിക്കും ഇവിടുത്തെ സാമൂഹിക ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ BJP ഭരണത്തിനെ എതിർക്കാനും ചെറുക്കാനും പറ്റിയ ഒരു മേഖല എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത വർദ്ധിച്ചത് UDF-ലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ചില ഘടകങ്ങളും കൂടി വന്നപ്പോൾ മറുവശത്തെ LDF, CA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അത് വേണ്ട രീതിയിൽ അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, സമീപകാലത്ത് സമസ്തയിലൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നെങ്കിലും മുസ്ലിം സമുദായത്തിലുള്ള ഒരു ഒഴുക്ക് UDF-ലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവിടെ അപ്പോൾ ഈ രാഹുൽ ഗാന്ധി വിശ്വസിക്കാൻ കൊള്ളാത്തയാളാണ് എന്ന് വരുത്തി തീർക്കുവാനാണല്ലോ ഇപ്പോൾ LDF-ന്റെ കിണഞ്ഞുള്ള ഈ പരിശ്രമം. അത് വിജയം കാണുമോ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ? ഇല്ല, ചുരുങ്ങിയ ദിവസത്തിന് അതിനുള്ളൊരു വിജയം കാണാൻ വഴിയില്ല. കാരണം ഇതിപ്പോൾ ഇതേ സമയം രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ പ്രസംഗിക്കുന്ന പശ്ചാത്തലത്തിൽ LDF-നെ ഒന്നും കൂടി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മോദി കരുവന്നൂർ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യത്തിലും മാസപ്പടി പ്രശ്നത്തിലെ കാര്യത്തിലും പിന്നെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, മറ്റ് 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവർ തമ്മിൽ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് BJP-യും LDF-ഉം തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളൊരാക്ഷേപവും, അതേസമയം ഈ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണവും ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുവശത്ത് ഒരു ഘടകമുണ്ട്. മോദി ഫാക്ടറും ഇല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റും ഇതിനെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ കാരണം വ്യക്തമാണ്. അതിൻ്റെ ഗുണം UDF-ന് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിനുള്ള മറുപടിയായിട്ട്, അറസ്റ്റ് ചെയ്യണമെന്നുള്ള മറുപടിയായിട്ട് തികഞ്ഞും പ്രസ്താവനകൾ, കൗണ്ടറായിട്ട് വന്ന പ്രസ്താവനകൾ വീണ്ടും വിവാദങ്ങളിലേക്ക് എത്തിച്ചു. ആ വിവാദങ്ങളിലേക്ക് എത്തിച്ച് അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു, ജയിലിൽ പോകുന്ന കഥയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ചൂടായി നിൽക്കുമ്പോഴും വിദ്വേഷത്തിലേക്ക് എത്തിയില്ല, രാഷ്ട്രീയമാണെന്ന് പറയാം. പക്ഷേ ഇന്നത്തെ പ്രസ്താവന, ഈ DNA-യുടെ പ്രസ്താവന അതിര് കവിഞ്ഞത് തന്നെയാണ്. അത്
അതിനെ പിന്തുണയ്ക്കാനും പാടില്ല. അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആത്മവിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ നേരത്തെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞത് മറുപടി കൊടുത്തത് രാഷ്ട്രീയമായിട്ട് പിണറായിയും എം ഗോവിന്ദനും കൊടുത്തപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയാണ്. പക്ഷേ ഇന്ന് പറയുന്നത് ഇന്നത്തെ തീർച്ചയായിട്ടും അൻവറിൻ്റെ പ്രസ്താവന ആത്മവിശ്വാസ കുറവാണ് കാണിക്കുന്നത്. അത് ആ പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് എത്ര ആക്രമിക്കാൻ പറ്റുമോ. അപ്പോൾ UDF LDFിലേക്ക് രാഷ്ട്രീയം ചുരുങ്ങുമ്പോൾ ഈ UDFന് വളരെ നന്നായിട്ടറിയാം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണെന്ന്. അതിനെ കൂടുതൽ ചൂണ്ടിക്കാണിക്കാനും അതേസമയം കേന്ദ്രത്തിലെ കാര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡബിൾ അഡ്വാൻറ്റേജ് UDFന് വരുന്നു. ഇതിനോടൊപ്പം മൈനോറിറ്റി പിന്തുണയും കൂടെ കിട്ടുമ്പോഴാണ് തരംഗമുണ്ടാകുന്നത്. അപ്പോൾ 8 വർഷമായിട്ട് കേരള ഭരണത്തിലില്ല UDF, 10 വർഷമായിട്ട് കേന്ദ്രത്തിലും ഭരണമില്ല. അപ്പോൾ താരതമ്യേന അവർക്കെതിരെ UDFിനെതിരെ ആക്രമിക്കാനുള്ള ഘടകങ്ങൾ കുറവാണ്. അതേസമയം LDF ഗവൺമെൻറ്റിനെതിരെ ആക്രമിക്കാൻ ഫാക്ടേഴ്സ് ഉണ്ട്, UDF ഗവൺമെൻറ് BJPക്കെതിരെയും പറയാൻ ഘടകങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മൈനോറിറ്റീസിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ വിശ്വാസ്യത UDFിലേക്ക് ലോക്സഭാ ഇലക്ഷനിൽ പോയത് അത് പാർലമെൻറ്റ് ഇലക്ഷൻ കൊണ്ടാണ്. ഞാനതാണ് തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ദേശീയ തലത്തിൽ ഒന്നുകിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കണം, അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ശക്തമാണ്. ഈ ബോധ്യം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് കൊണ്ടും ഈ തരംഗത്തിന് ഒരു ഊന്നൽ കൂടുതൽ ശക്തിയായി വരുന്നു. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ ഈ നിരീക്ഷണത്തിൽ? ആദ്യം തന്നെ ഡിനായ് ചെയ്ത പോയിന്റിൽ പിന്നെ എതിരഭിപ്രായം എന്താ? എതിരഭിപ്രായം മാത്രമല്ലേ അതിനകത്തുള്ളൂ. എതിരഭിപ്രായം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ പൂർണ്ണമായ എതിരഭിപ്രായമാണ് അതിനകത്ത്. ആ അനാലിസിസ്, ആ ഒബ്സർവേഷൻ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാനുള്ള അങ്ങനൊരു ധാരണ എനിക്കില്ല. കാര്യം ഒരു ഉദാഹരണം പറയാം. ഇപ്പം BJPയെ നേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്നെ അങ്ങ് പറയാൻ അനുവദിക്കണം. നോക്കൂ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുന്നു. സ്മൃതി ഇറാനി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോപ്പിക്കുന്നു. നല്ല ഭൂരിപക്ഷത്തിൽ തോപ്പിക്കുന്നു. സംഘപരിവാറിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധി ശക്തനാണെങ്കിൽ, ശക്തനായ നേതൃത്വം പാഠമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം അമേഠിയിൽ ഈ പ്രാവശ്യം മത്സരിച്ച് അവരെ തോപ്പിക്കണ്ടേ? മഞ്ജുഷിന്റെ അഭിപ്രായം എന്താ? അവിടുന്ന് ഒളിച്ചോടുന്നതാണോ ഒരു സ്ട്രോങ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി? എന്തായാലും സ്മൃതി ഇറാനി വഴി കൂടെ പോകുന്ന ഒരാളല്ല. അവർ കേന്ദ്രമന്ത്രി മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ആരെ തോപ്പിച്ചാണ്? രാഹുൽ ഗാന്ധിയെ, ദ സോ കോൾഡ് പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റിനെ തോപ്പിച്ച ആളാണ് സ്മൃതി ഇറാനി. ഇപ്പോഴും പറയുന്നത് എന്താ? പാർട്ടി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കിടന്ന് ഉടായ്പ കളിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കോ ആർക്കും വേണ്ട. രാഹുൽ ഗാന്ധിയുടെ ബ്രദറിലോ അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുകയും UPയിൽ അങ്ങോട്ട് വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങേരെ വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള സ്ട്രോങ് ലീഡർഷിപ്പ് ഉള്ള ഒരാള് സാധാരണ ചെയ്യുക, ഒരു പ്രാവശ്യം തോപ്പിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ ഭാരത് ജോഡോ ഒക്കെ കഴിഞ്ഞ് ശക്തനായി നിൽക്കുന്ന നേതാവല്ലേ. ഭാരത് ജോഡോ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം സടകുടഞ്ഞ് എഴുന്നേറ്റ് ലോകം മൊത്തം അറിയാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ മൊത്തം മാറ്റിമറിക്കാൻ നിൽക്കുന്ന ഒരാളെന്നല്ലേ പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പം അദ്ദേഹം സ്മൃതി ഇറാനിക്കെതിരെ ഞാൻ കണ്ടസ്റ്റ് ചെയ്യും, ഞാൻ അവരെ ഈ പ്രാവശ്യം തോപ്പിക്കും. ജയിക്കുവോ തോക്കുവോ എന്നുള്ളത് എന്റെ വിഷയമല്ല. മഞ്ജുഷിനോട് അതും ഞാൻ പറയാം. അദ്ദേഹം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിൽ മേളിൽ അദ്ദേഹം തോറ്റാലും അദ്ദേഹത്തിന്റെ സ്ട്രെങ്തിനെ ഞാൻ കേർട്ടൈൽ ചെയ്ത് ഞാൻ സംസാരിക്കത്തില്ല. മത്സരിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നിടത്ത്, ഇതുവരെ ഡിക്ലെയർ ചെയ്യാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നിടത്ത് ഒരു നേതാവിന്റെ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അത് പ്രശ്നമായിരിക്കത്തില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് അവിടുത്തെ അടുക്കളയിലെ പണി ചെയ്യുന്ന ആണ് ഇവിടുത്തെ പകുതി നേതാക്കന്മാർ. അതുകൊണ്ട് ഞാൻ അതിന് ആനൂന കാര്യമായിട്ടൊന്നും കണക്കാക്കുന്നില്ല. രാഹുൽജി പറയുന്ന എല്ലാം ശരി, രാഹുൽജിയാണ് എല്ലാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ രാഹുൽജി പറയുന്ന എല്ലാം ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല അപ്പുറത്തേക്കുന്ന BJP അദ്ദേഹത്തിനെതിരെ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്, അവരെ തോപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന ഒരാള് BJP വിരുദ്ധമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ, BJP ആണെങ്കിൽ അടുത്ത കാലത്ത് എടുക്കുന്ന മൊത്തം പൊസിഷൻ ആന്റി മുസ്ലിം പൊസിഷനാണ്. ആ ആന്റി മുസ്ലിം പൊസിഷനിൽ സ്ട്രോങ് ആയിട്ട് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയാതെ, CAയുടെ കാര്യത്തിൽ അവരുടെ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാതെ, ഓരോ കാര്യത്തിനകത്തും മുസ്ലിം വിഷയത്തിൽ വരുമ്പം അവര് സൈലൻസ് നാഷണൽ ലെവലിൽ കീപ്പ് ചെയ്യുകയും കേരളത്തിലെ നേതാക്കന്മാര് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഗോപകുമാർ സാറിന് അതിനകത്ത്
എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നാഷണൽ ലെവലിൽ ഇവര് പല കാര്യത്തിലും മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആണെന്നെങ്കിലും അദ്ദേഹം അംഗീകരിക്കുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല, അങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, അതിന്റെ റിസൾട്ട് ആയിട്ട് മാർജിനലൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ തരംഗം പോകുന്ന രീതിയിൽ അവരിലേക്ക് പോകുന്ന വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ സ്ട്രെങ്ത്തിൽ സംശയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എതിർക്കും. അദ്ദേഹം ഈ പറയുന്ന പോലെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ CAയുടെ കാര്യം കൂടുതൽ പറയുന്നു. കാര്യം എന്താണ്? നിങ്ങൾ പ്രത്യാശ അർപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത് UDFനാണ്. ആ UDFന്റെ പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്രദമാകാതെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഞങ്ങളുടെ പ്രചരണം. ആ പ്രചരണം ജനങ്ങൾ കേൾക്കുമെന്നാണ്. ശരി ലാൽകുമാർ, ശരിയാണ്. അത് LDF തീർച്ചയായിട്ടും ആ പ്രചാരണം നടത്തും. അതിൽ വിദ്വേഷത്തിന്റെ ഇലമെന്റ് കടന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ചാമ്പ്യൻ ആരാണ്? ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ ആരാണ് ചാമ്പ്യൻ? BJP വിരുദ്ധതയിൽ ആരാണ് ചാമ്പ്യൻ എന്ന കാര്യത്തിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് LDF UDF പരസ്പരം അറ്റാക്ക് ചെയ്യേണ്ടി വരും. ശരി മഞ്ജുഷ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം കൂടി. ഇവിടെ അൻവറുമായി ബന്ധപ്പെട്ട് ലുക്ക് ഞാന് ഒരാൾ മോശമായി പറയുന്ന ഒരു കാര്യത്തിനെ ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല. നമ്മളുടെ പാനലിൽ ആർക്കും ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ ആ സ്ഥാനത്തിനെ തെറ്റി എനിക്കതാണ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് ഇത് ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പം ശ്രീകുമാരിയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയാണ് ചോദ്യം ചെയ്തത്, അല്ല രാജീവ് ഗാന്ധിയാണ് ചോദ്യം ചെയ്തത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ആത്മാർത്ഥതയിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അൻവർ പറഞ്ഞത് ശരിയാണെന്ന് പറയാനായിട്ടല്ല. കാര്യം കരുണാകരന്റെ മോള് BJPയിൽ പോയപ്പോ ഇവര് പറഞ്ഞത് എന്താ? ഇവരുടെ സംസ്ഥാന നേതാവ് ഒരാൾ പറഞ്ഞത്, എന്നിട്ടത് അതിന്റെ കൂട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ തന്തയൊക്കെ ആക്കി ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഈ നാട്ടിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ കരുണാകരന്റെ മക്കളെ ബാസ്റ്റഡൈസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഈ വിഷയത്തിനകത്ത് വരുമ്പോ ഇങ്ങനെ എന്ന് പറയാനോ? രണ്ടും തെറ്റാണ്. ഞാൻ ആ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഞാൻ അത് പറയാനാ മഞ്ജുഷ് അനുവദിക്കാത്ത. മനസ്സിലായി. ക്ലിയർ ആണ്. ഞാൻ ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സുന്ദരി തട്ടുകട ഇപ്പോ ഇതിന്റെ UDFന് അനുകൂലമായ തരംഗപ്പേടിയിലോ രാഹുൽ ഗാന്ധിക്കെതിരായ LDFന്റെ അധിക്ഷേപം. ശ്രീകുമാർ, ഇവിടെ ലാൽകുമാർ പറഞ്ഞത് ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ പോയി സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാനെന്നാണ്. ഇതുവരെ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇനി വയനാട്ടിലെ വോട്ടെടുപ്പ് നടന്ന് അതിന്റെ പിറ്റേ ദിവസമായിരിക്കും ആ പ്രഖ്യാപനം വരാൻ പോകുക. അപ്പോൾ ഇത് ചോദ്യം ചെയ്യും. എന്തായാലും ഇവിടെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുക, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണല്ലോ. അതിനുവേണ്ടി ആരാണ് ചാമ്പ്യൻ എന്ന രീതിയിൽ മത്സരമുണ്ടാകും. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. നോക്കൂ മഞ്ജുഷെ, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിന് ആരും എതിരല്ല. രാഹുൽ ഗാന്ധി വിമർശനത്തിന് അതീതനല്ല. താൻ വിമർശനത്തിന് അതീതനാണെന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളത് നമ്മുടെ ലോകത്തിനെല്ലാം അറിയുന്ന കാര്യമല്ലേ. രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടണം. അത് കോൺഗ്രസ്സുകാർ വിമർശിക്കുന്നുണ്ടല്ലോ, ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ. പക്ഷേ അത് രാഷ്ട്രീയമാകണം. അരിശം വന്നാൽ അവിവേകമാകരുത്. UDF തരംഗമുണ്ട് എന്ന് തോന്നുമ്പോൾ അതിൽ അരിശം കൊണ്ടിട്ട് പ്രമുഖനായ കോൺഗ്രസിൻ്റെ നേതാവിനെ അധിക്ഷേപിക്കരുത്. നിങ്ങൾ നോക്കൂ, രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ന് PV അൻവർ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ? BJPയും കേരളത്തിലെ CPM തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? BJP നേതാവ് സ്മൃതി ഇറാനി എന്താണോ പറയുന്നത് അത് തന്നെയല്ലേ കേരളത്തിലെ CPMകാർ പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പിണറായി വിജയനെ എതിരായിട്ട് മാറും, CPMനെ എതിരായിട്ട് മാറും. ഇത് LDFന്റെ ഒരു അജണ്ടയില്ലാതെ ഒരു മുഖ്യമന്ത്രി, ഒരു CPM നേതാവായ മുഖ്യമന്ത്രിക്ക് ചുറ്റും കിടന്നൊരു മുന്നണി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദുര്യോഗമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന എല്ലാവരും എതിരല്ല. പക്ഷേ ഇന്ത്യ മുന്നണി തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് കോൺഗ്രസുമായി ചേർന്ന് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുകയും അവിടെ അവരുടെ ചിത്രത്തിനൊപ്പം രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമുണ്ടെന്നൊക്കെ എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അധിക്ഷേപിക്കരുത്, വിമർശിക്കാം. ആരും വിമർശനത്തിന് അതീതരല്ല. രാഹുൽ ഗാന്ധിയെ വിമർശിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിലെ UDF LDF മത്സരത്തിൽ രാഹുൽ ഗാന്ധി ഒരു UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അതാദ്യം മനസ്സിലാക്കണം. വയനാട്ടിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ വരുന്നു, കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്നു, LDFന്റെ മുഖ്യമന്ത്രിയെ BJPയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് UDF കാലങ്ങളായി ഉന്നയിച്ച ആക്ഷേപത്തെ അംഗീകരിക്കുന്നു. അതാണ് സംഭവിച്ചത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അധിക്ഷേപിക്കണം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അധിക്ഷേപിക്കാൻ പിണറായി വിജയൻ്റെ കയ്യിൽ ഒരു കോപ്പുമില്ല. കാരണം ഇന്ത്യ മുന്നണിയിൽ കേരളത്തിന് പുറത്തുള്ള CPM-ൻ്റെ നേതാക്കൾ അംഗങ്ങളാണ്. ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്നും കേരള CPM പിന്മാറിയത് ഇങ്ങനെ വിമർശിക്കാനാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്ന് ശ്രീ PV എന്നൊരു കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി പറയേണ്ടത് എന്താണ്? രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, പക്ഷേ രാഹുൽ ഗാന്ധി എന്ന BJPയുടെ ഏറ്റവും വലിയ ശത്രു, ദേശീയ തലത്തിൽ BJPയുടെ ഏറ്റവും വലിയ ശത്രു, ഒരുപാട് കേസുകൾ നേരിടുന്ന ഒരാളെ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട് BJPയെ വിമർശിച്ചതിൻ്റെ പേരിൽ, അദാനി മോദി ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് കേരളത്തിലെ നിഷ്പക്ഷമതികൾ വിലയിരുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു അധിക്ഷേപം വന്നാൽ കേരളത്തിൽ LDFന്റെ വോട്ട് കുറയും. ഇന്ന് തന്നെ കേരളത്തിൻ്റെ LDFന്റെ വോട്ട് എത്രയോ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നും പറയാനില്ലാത്തപ്പോഴാണല്ലോ അധിക്ഷേപം. ഇവർ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, 8 വർഷത്തെ നേട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നേട്ടങ്ങൾ പറയൂ. നിങ്ങൾ ആ നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. മറിച്ച് പിണറായി വിജയനെ എന്തുകൊണ്ടാണ് UDF വിമർശിക്കുന്നത്? അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി FV ഗോവിന്ദൻ മാഷെ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത്? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇലക്ഷൻ കാലത്ത് അതൊക്കെ വരും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരാളുടെ, ഒരു പ്രമുഖനായ നേതാവിൻ്റെ DNA പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് അധിക്ഷേപത്തും കടന്ന് കടന്നുപോയ കാര്യം തന്നെയാണ്. അത് മുഖ്യമന്ത്രി അധികാരത്തിൽ ഈ രീതിയിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഡിബേറ്റ് തുടരുകയാണ്. ഡോക്ടർ ജി ഗോപകുമാർ, ലാല് പറഞ്ഞ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ അമേഠിയിൽ നിന്ന് ഒളിച്ചോടുന്ന രാഹുലിനെ കുറിച്ചാണ്. അത് ഉന്നയിക്കുന്ന സമയത്ത് അത് വിമർശനത്തിന്റെ തലത്തിലേക്ക് വരുന്നു. അധിക്ഷേപത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നില്ല, പക്ഷേ ആ വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ശ്രീകുമാർ അതിന് ന്യായീകരണമായിട്ട് പറയുന്നത് വയനാട്ടിൽ 2019 തന്നെ MP ആയ ആളാണ് രാഹുൽ. രാഹുലിന് എവിടെയും അവിടെ മത്സരിക്കാൻ വീണ്ടും എത്തുന്നതിനെ അതിനെ എന്തിനാണ് LDF എതിർക്കാൻ പോകുന്നത്? അതേസമയം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒളിച്ചോടിയ പാർട്ടിയാണ് CPM. തീർച്ചയായിട്ടും അമേഠിയിൽ രാഹുൽ ഗാന്ധി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഉത്തർപ്രദേശിലെ ഹിന്ദുത്വ തരംഗം അത്ര ശക്തമാണ്. അത് ഉത്തരേന്ത്യയിൽ തന്നെ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അമേഠിയിൽ അദ്ദേഹം ഇനിയിപ്പോയി നിൽക്കാനൊരു തീരുമാനം എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയാവുന്നത് കൊണ്ട്. പക്ഷേ എന്തുകൊണ്ട് വയനാട്ടിൽ മാത്രമേ നിൽക്കുന്നു എന്നുള്ളൊരു തീരുമാനം അറിയിക്കുന്നില്ല? അത് മതിയായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ മതിയായിരുന്നു. മറിച്ച് അമേഠിയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രിഫറബിളായിട്ടുള്ള പഴയ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അത് ആ നിലയ്ക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പ്രിയങ്കയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാകും. പക്ഷേ മറ്റൊരു സീറ്റ് കൂടി ഉണ്ടല്ലോ, റായ്ബറേലി മിക്കവാറും റായ്ബറേലി പ്രിയങ്ക നിൽക്കും. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ സെൻസ് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തോൽവിക്ക് വേണ്ടി തയ്യാറാകുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വയനാട് സേഫ് സീറ്റാണ്. അവിടെ വലിയ വിഷമം ഉണ്ടാവില്ല, നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. പക്ഷേ അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അന്ന് CPI ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട് നിൽക്കരുതെന്നാണ്. അത് പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്തായാലും പാർലമെൻറ്റിൽ എത്തണമല്ലോ. അപ്പോൾ പാർലമെൻറ്റിൽ എത്താൻ തീർച്ചയായിട്ടും സേഫായിട്ടൊരു സ്ഥലത്ത് നിന്നാൽ മാത്രമേ കൂടുതലായിട്ട് വലിയ ക്യാമ്പയിനൊന്നും ഇല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ സമയം കിട്ടുകയും ആരോഗ്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ പ്രസക്തിയായിട്ട് വന്നിട്ടുള്ളത്. മറുവശത്ത് ഈ ഇന്ത്യ എന്നുള്ള മുന്നണിയുടെ ആ ശരിക്കുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എന്നുള്ളൊരു രീതിയിൽ കേരളത്തിൽ അതിനാരും കണക്കാക്കിയിട്ടില്ല. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ആ നിലയ്ക്ക് ഒരു വികാരമുണ്ടെന്ന്. കാരണം രണ്ടായാലും പ്രധാനപ്പെട്ട UDF നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള അഡ്വാൻറ്റേജ് അതവിടെ നിൽക്കുന്നു. മറുവശത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനും എതിരെയുള്ള എതിർപ്പ് LDFന് നിലനിൽക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല എന്ന് ഇപ്പോഴേ പറയുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വിശാല സഖ്യം എന്നുള്ള കാര്യത്തിൽ LDFന് വലിയ സംഭാവനയൊന്നും ചെയ്യാൻ പോകുന്നുമില്ല, വലിയ സാധ്യതയുമില്ല. ഇതാണ് എനിക്കതിൽ മറുപടി പറയാനുള്ളത്. ശരി, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സുന്ദരിത്തട്ടുകളായിരുന്നു റോഡ് ഷോ.
പയണ്ടിപ്പേര് തുടരുന്നു. ശ്രീ ലാൽകുമാർ, ഇന്ത്യ സഖ്യം എന്നുള്ളത് പേരിൽ മാത്രമാണ്, അത് കേരളത്തിൽ നടപ്പാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. പിന്നെ അതിന്മേലുള്ള ചർച്ചകളുടെയും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യത്തെക്കുറിച്ചുള്ള സംസാരങ്ങളുമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇല്ല എന്നുള്ളത് വസ്തുതയും CPM-ന് സഖ്യത്തോട് അത്ര താല്പര്യമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണല്ലോ. അതിൽ സംശയമില്ലല്ലോ. അക്കാര്യത്തിൽ ജനങ്ങളോട് തുറന്നു പറയുന്നതിലും ബുദ്ധിമുട്ടില്ലല്ലോ ഇത്. അല്ല, അങ്ങനെയല്ല. നോക്കൂ, ബി ജെ പിയെ അകറ്റി നിർത്താൻ ഏത് കോംപ്രമൈസും CPIM നടത്തും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ 65 സീറ്റ് ചിലപ്പോൾ CPM-ന് ഉണ്ടാവില്ല. ഒരു സീറ്റാണുള്ളതെന്ന് ഇരിക്കട്ടെ, ഒരൊറ്റ സീറ്റ്. ആ സീറ്റ് BJP-യെ മാറ്റി നിർത്താനുള്ള പൊസിഷൻ ഏതെടുക്കുന്നോ ആ പൊസിഷന്റെ കൂട്ടത്തിലായിരിക്കും CPM ഉണ്ടാകുക. അതിനകത്ത് എനിക്ക് ഒരു സംശയവും ആ കാര്യത്തിൽ. പക്ഷെ എന്റെ പോയിന്റ് അതല്ല. നോക്കൂ, ഇവിടെ ഗോപകുമാരേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു രസകരമായ കാര്യം. ഗോപകുമാരേട്ടൻ പറഞ്ഞെന്താ, അദ്ദേഹത്തെ എതിർത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പോയിന്റ് ഞാനൊന്ന് കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് പോകേണ്ട കാര്യമില്ല, കാര്യം പോയാൽ തോറ്റുപോകും. അതാണല്ലോ അദ്ദേഹം പറഞ്ഞ സാരാംശം. ഇത് വീട്ടിൽ ഇരുന്ന് ഫാസിസത്തെ തോപ്പിക്കാൻ പറ്റില്ല, വീട്ടിൽ ഇരുന്ന് സംഘപരിവാറിനെയും ഹിന്ദുത്വത്തിനെയും തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു എളിയ പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം. കാര്യം അദ്ദേഹം നിൽക്കണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇമേജ് ഡാമേജുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഗോകുമാരേട്ടൻ പറഞ്ഞത്. ആ ആസ്പെക്ട് അവിടെ നിൽക്കട്ടെ. നിങ്ങളെ തോപ്പിച്ച ഒരാള് നിങ്ങളെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അതാ അവിടുത്തെ പ്രശ്നം. ചുമ്മാതിരിക്കുകയല്ല സ്മൃതി ഇറാനി വയനാട്ടിൽ വരികയും വീണ്ടും വയനാട്ടിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെല്ലുവിളിക്കുന്ന ആളുടെ അടുക്കെ ഒളിച്ചോടുകയാണ് ഈ പ്രോസസ് നടക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തോക്കുന്നെങ്കിൽ തോക്കട്ടെ, കൂടുതൽ ഭൂരിപക്ഷത്തിൽ തോക്കട്ടെ. അതുകൊണ്ട് സംഘപരിവാറിനെതിരെ വിരിഞ്ഞ നെഞ്ചുമായി നമ്മൾ നിൽക്കണ്ട എന്ന തീരുമാനം വേണ്ട. നമ്മൾ ഈ പറയുന്ന ഒരു ഉദാഹരണം, ഏതെങ്കിലും ഒരു CPIM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, ഈ പറയുന്ന ബംഗാളില് അല്ലെങ്കിൽ ത്രിപുരയിൽ. ഇപ്പം എല്ലാ സീറ്റുകളിലും CPM ജയിക്കാൻ പോകുന്നതാണോ കരുതുന്നത്? ഇല്ല. പക്ഷെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുക, അതിനെതിരെ എതിർക്കുക. ജയിക്കാതിരിക്കുകയോ തോക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ വശമാണ്. ആ രണ്ടാമത്തെ വശമാണത്. എതിർക്കുക, രാഷ്ട്രീയത്തെ എതിർക്കുക എന്ന് പറയുന്നൊരു പ്രാധാന്യമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവരുടെ ഒരു അടിസ്ഥാനമായ പ്രശ്നം എന്നറിയോ? രാജ്യത്ത് 2024 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു MP ഉണ്ടായിക്കഴിഞ്ഞു സൂറത്തിൽ. അത് കോൺഗ്രസിന്റെ ആളുടെ സിഗ്നേച്ചറിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അയാളുടെ ഉണ്ടായിരുന്ന ഡെമ്മി കാൻഡിഡേറ്റിന്റെയും സിഗ്നേച്ചറോ അതിന്റെ പ്രശ്നമായിട്ട് ആദ്യമായി 2024, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, 2024 തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം ഇപ്പൊ തന്നെ ഡിക്ലെയർ ആയി കഴിഞ്ഞിരിക്കുന്നു, ഒരാൾ ജയിച്ചിരിക്കുന്നു BJP-യുടെ ഭാഗത്തു നിന്ന്. ആ എതിര് നിന്ന കോൺഗ്രസ്, ഇന്ന് ഞാൻ ന്യൂസ് 18 മറ്റോ വാർത്ത കാണുമായിരുന്നു, ആ എതിര് നിന്ന കോൺഗ്രസ്സുകാരൻ BJP പോകാൻ ഇരിക്കുകയാണ്. ഏതാ? നാണോ ഉണ്ടോ? നാണോ മാനോ ഉളുപ്പോ ഉണ്ടോ ഇവർക്കൊക്കെ വന്നിരുന്ന് ന്യായം പറയാൻ? ശ്രീ എൻ ശ്രീകുമാർ മറുപടിയിൽ അവസാനിപ്പിക്കാം. ശ്രീ എൻ ശ്രീകുമാറിന്റെ മറുപടിയിൽ അവസാനിപ്പിക്കാം. സമയം കഴിഞ്ഞു, എന്നാലും താങ്കളുടെ മറുപടി. അതായത് മഞ്ജുഷ, രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന പോലെ കേരളത്തിലെ CPM എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനകളെയും മോദിയെയും എതിർക്കാത്തതെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർ കേരളത്തിലെ രാഹുൽ ഗാന്ധിക്കെതിരെയാണോ മത്സരിക്കുന്നത്, മോദിക്കെതിരെയാണോ മത്സരിക്കുന്നത് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ എൻ്റെ ഒരു നിഗമനം, കേന്ദ്രത്തിൽ BJP വന്നാലും കേരളത്തിലെ CPM-ന് പ്രശ്നമല്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ തുടരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു CPM-ന്റെ കേരള നേതൃത്വത്തിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് എതിരെ ഇതിലും വലുത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ ലാൽകുമാർ പറഞ്ഞ ഗുജറാത്തിലെ കാര്യം, ഗുജറാത്ത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലായല്ലോ. അവിടെ രാഹുൽ ഗാന്ധിക്കെതിരായ കേസുകളുടെ അവസ്ഥ എന്തായിരുന്നു, കോടതി വിധികൾ എന്തായിരുന്നു, പിന്നെ സുപ്രീം കോടതിയല്ലേ രാഹുൽ ഗാന്ധിയെ രക്ഷിച്ചത്? സംശയമുണ്ടോ കാര്യത്തിൽ? പാർലമെന്റ് മെമ്പർ സ്ഥാനം സംരക്ഷിച്ചത് ഗുജറാത്ത് കോടതി തള്ളിക്കളഞ്ഞത് പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് വന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങളില്ലേ അവിടുത്തെ കേസിൽ കുറെ പ്രതികളെ. അപ്പൊ ഗുജറാത്തിലെ നമ്മളെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ അതായത് ഗുജറാത്തിലെ ഇതിലും വലുതൊക്കെ ലാൽകുമാറെ ഇതിലും വലുത് ഗുജറാത്തിൽ സംഭവിക്കും. ഞാൻ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയുന്നവർ നരേന്ദ്രമോദിയെ അല്ല എതിർക്കുന്നത്.
രാഹുൽ ഗാന്ധിയാണ് എതിർക്കുന്നത്. നരേന്ദ്രമോദി എതിർക്കാനുള്ള ധൈര്യം എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ മുന്നണി നേതാവിനെ, മതേതര ഇന്ത്യയുടെ മുഖമായ രാഹുൽ ഗാന്ധി എന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ കേരളത്തിന് പുറത്ത് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനും കൂട്ടരും എന്തിന് അനാവശ്യമായി എതിർക്കുന്നു, ആക്ഷേപിക്കുന്നു? ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് നന്ദി ശ്രീ എൻ ശ്രീകുമാർ, നന്ദി ശ്രീ ലാൽകുമാർ, നന്ദി ഡോക്ടർ ജി ഗോപകുമാർ. പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന് പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു: UDF തരംഗം എന്ന പേടിയിലോ രാഹുലിനെതിരായ LDFന്റെ അധിക്ഷേപം? അതെ എന്ന് 78% പ്രേക്ഷകർ, അല്ല എന്ന് 16%. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റു നിലയ്ക്ക് പറഞ്ഞോ